ഭൂമിയെ തകർക്കാൻ നമ്മുടെ അജയ് അങ്ങനെ പ്രിയ പ്രേക്ഷകരെ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ CIയും SIയും ഒക്കെ പറയുന്നുണ്ട് ഭൂമിയുടെ കാര്യമൊക്കെ. ഭൂമി ഒരു പാവം പെൺകുട്ടിയാണ്, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നത്തിനൊന്നും പോവരുത് അജയ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ അജയ് പറയുന്നുണ്ട്, ഞാനല്ല സാറേ, അവളാണ് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ മെക്കട്ടേക്ക് വരുന്നത്. തനിക്കെന്ത് പ്രശ്നം, തനിക്ക് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോഴാണെങ്കിൽ താനല്ലേ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയത്, തനിക്കല്ലേ ആ പെൺകുട്ടിയോട് വിരോധം, എന്നിട്ട് താനിപ്പോൾ നാടകം കളിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് കാണാം. ഇതിനിടയിൽ ഭൂമിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, താൻ കോളേജിൽ 1ാം റാങ്ക് വാങ്ങിയ ഒരു ഭൂമിയാണ്, ആ ഭൂമിയെ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ സാറേ, ഞാൻ വേണമെങ്കിൽ CI സാറിനോട് മാപ്പ് പറയാം, അതിൽ കൂടുതൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഇവിടെ അജയ്യെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അജയ്യാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയാണെങ്കിൽ നമ്മുടെ അജയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നവരുടെ കൂടെ കൂടി ഭൂമിയും പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. അജയ് ഇവിടുന്ന് പോവണം, CI രാജിവെക്കണം, CI ഇവിടുന്ന് പോവണം എന്നൊക്കെ പറഞ്ഞ് ഭൂമിയാണെങ്കിൽ അജയ്ക്കിട്ട് പണി കൊടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. എന്തായാലും ഭൂമിയുടെ മുൻപിൽ മുട്ടുകുത്തേണ്ടി വരും അജയ്ക്ക് എന്ന് കാണാൻ കഴിയും, കാണാൻ സാധിക്കും. അല്ലാതെ ഈ പ്രതിഷേധം നിർത്തില്ല എന്നും കാണാട്ടോ. അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് കഥ പോകുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.